ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ 2024 ലാസ്റ്റ് വ്ളോഗാണ് അല്ലേ? അതെ. അപ്പോൾ ഇന്നിപ്പോൾ നൈറ്റ് നമ്മൾ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാൻ നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ രാത്രി ടൈം ഇപ്പോൾ 9 മണി കഴിഞ്ഞു. നമ്മളിവിടെ ഇറങ്ങി പോസ്റ്റ് ആയിരിക്കും. ഇവർ രണ്ടെന്താ ഒരുങ്ങി അടിപൊളിയാണ്. രണ്ട് മണിക്കൂർ കുറേ ആയി. നമ്മൾ പോസ്റ്റാണ്, 1 മണിക്കൂറായിട്ട് പോസ്റ്റാണ്. അവർ രണ്ട് മേക്കപ്പിൽ കണ്ണെഴുതും മായ്ക്കും. ഫിദ കണ്ണെഴുതും വീണ്ടും മായ്ക്കും. അവക്കൊരു ഏതാ കുറവ്. അപ്പൊ നിങ്ങളെല്ലാം ന്യൂ ഇയർക്ക് എങ്ങനെ കമന്റ് ചെയ്യണേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ന്യൂ ഇയറിന് എങ്ങും പോയില്ല. ഇവര് പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും. കഴിഞ്ഞ ന്യൂ ഇയർ നമ്മൾ പോയി. ഇല്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ന്യൂ ഇയറിന് എവിടെയെങ്കിലും പോയാ? എവിടെ പോയി? കഴിഞ്ഞ ന്യൂ ഇയറിന് ലുലു മാളിൽ തന്നെ പോയി. നമ്മൾ സത്യം പറഞ്ഞ എന്ത് വന്നാലും പെട്ടെന്ന് പോകാൻ പറ്റുന്നത് ലുലു മാളാണ്. പിന്നെ ഇന്നലെ ഇവര് മൊത്തത്തിൽ ട്രിവാൻഡ്രം ഫുൾ വന്ന് മ്യൂസിയം അവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഫുള്ളും കാണാൻ പറ്റില്ല, ലൈറ്റ് കാണാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഉച്ച സമയമല്ലേ, പോയപ്പോൾ ലൈറ്റ് എല്ലാം അണച്ചിട്ടുണ്ട്. തിരിച്ച് ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് തിരിച്ചു വന്നപ്പോൾ നല്ല മഴ. ലൈറ്റ് ഇട്ടത് മഴയും അതിനുശേഷം പോകുന്നുണ്ട്. ഞാൻ വന്നിട്ട് നല്ല മഴയാണ്ട് ഞാനും പോയില്ല. പിന്നെ അപ്പൊ ഇന്നെന്തായാലും പോണ്ടാന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് കറങ്ങി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് ഒരു 1 മണിയാകുമ്പോൾ ഓഫർ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വരാം. അതായത് കൂടുതൽ ഓഫർ എന്ന് മനസ്സിലായില്ലേ, കയ്യിലെ പൈസ പോകും എന്നർത്ഥം. ഓഫർ ഒന്നും ഇല്ലായിരിക്കട്ടെ, പക്ഷെ നല്ല തിരക്കായിരിക്കും. ലുലുവിനകത്തൊക്കെ നല്ല തിരക്കായിരിക്കും. ഫിദ കണ്ടില്ലേ? ഫിദ ഇങ്ങനെയാണ് എവിടെ പോകാൻ ഇറങ്ങിയാൽ. ആ സൂപ്പർ ഡീ ഗൈസ്, എങ്ങനെയുണ്ട് ഫിദ ഒരുങ്ങിയിട്ടൊന്ന് കമന്റ് ചെയ്യണേ. കണ്ണ് കൊള്ളൂല്ലേ? അവർ കമന്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പറയാം. പിന്നെ നിങ്ങളെല്ലാം നമ്മളെ വ്ളോഗുകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. പിന്നെ പുതിയ വീഡിയോസൊക്കെ നമ്മളായിട്ട് വരാം. കുറച്ച് ട്രാവൽ വ്ളോഗുകളും ഇതൊക്കെ, കുറച്ച് പിന്നെ വേറെ എന്താ പാചകം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ സ്ഥിരമായിട്ട് വിശേഷങ്ങൾ എവിടെയെങ്കിലും പോകുന്നത് അങ്ങനെയൊക്കെ. കാരണം ഫിദാക്ക് സ്കൂളുണ്ട്, അൽഫലാക്ക് സീരിയലിന്റെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ ഈ 10 ദിവസം ക്രിസ്മസിന്റെ വെക്കേഷന് ഒന്ന് പോവാൻ കറങ്ങാന്നൊക്കെ പറഞ്ഞിരുന്നിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. നമ്മൾ പുറത്ത് പോകുന്ന നമ്മൾ ഈ ക്രിസ്മസിന് ഒരു ഡേറ്റിൽ പുറത്ത് പോവാം, ഗോവയ്ക്ക് പോകാന്ന് കേൾക്കുന്നു. അപ്പോൾ ഗോവയ്ക്ക് പോകാന്ന് വെച്ചപ്പോൾ അവിടെ റൂംസ് എല്ലാം നല്ല റഷ് ആയിരുന്നു. പിന്നെ ന്യൂ ഇയർ ഒക്കെ ആയില്ല. അപ്പോൾ നമ്മൾ പോകുന്ന അത്ര ഒരു സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത മാസം എന്തെങ്കിലും ഒന്ന് ഗോവയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ഗോവയിൽ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ബാക്കി ഏകദേശമുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോഴെല്ലാം മുമ്പാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ വ്ളോഗെല്ലാം തുടങ്ങിയ ശേഷം അങ്ങനെ നമ്മൾ വലിയ ലോങ് യാത്രയൊന്നും പോയിട്ടില്ല. നമ്മൾ 3 അങ്ങനെയൊക്കെ പോയത് അല്ലേ വ്ളോഗ് തുടങ്ങിയ ശേഷം. അതിന് മുമ്പ് നമ്മൾ സത്യം പറഞ്ഞാൽ മൊത്തം കറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാൻ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ അന്ന് അതിനെ പറ്റി നമുക്ക് ചാനലില്ല, സത്യമായ ചാനലില്ല. ഇപ്പൊ അൽഫലായാണല്ലോ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ആയത്. പക്ഷെ നമുക്കിനി താജ്മഹൽ കാണാൻ പോകണം, അതൊരാഗ്രഹമുണ്ട്. താജ്മഹൽ കാണാൻ പോകണം. പിന്നെ അത് പോയിട്ട് ഈ ഗോവയ്ക്കൊന്ന് പോകണം. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒന്ന് അറേഞ്ച് ചെയ്താൽ കൊള്ളാമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അത് കുറച്ച് നമ്മൾ എല്ലാവരും ലീവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു യാത്ര പോകണം. ഒരു കുറച്ച് ദിവസം, ഒരു 1-2 മാസം ഒരു കറക്കം ഓൾ ഇന്ത്യ ട്രിപ്പ് കറങ്ങി വരണം. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഒന്നും കൂടെ ദുബായിക്ക് പോകണം. ഒന്നും കൂടെ എന്ന് വെച്ചാൽ ഫാമിലിയായിട്ട് നമ്മൾ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അൽഫലയും പോയിട്ടുണ്ട്. ഇവരെല്ലാവരും കൊണ്ടൊന്ന് ദുബായിക്ക് പോകണം. ദുബായിക്ക് ഒരു 2 മാസം നമ്മൾ സ്റ്റേ ചെയ്യണം. ഇതൊക്കെയാണ് ചെറിയ ആഗ്രഹങ്ങൾ. പിന്നെ വേറെന്താ, ഇതുപോലെ ചെറിയ കാര്യങ്ങൾ നമ്മളെ സംബന്ധിക്കുന്ന നമ്മളെ കുടുംബപരമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പകലൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാനിപ്പോൾ രാവിലെ ആകുമ്പോൾ ഞാനങ്ങ് പോകും. പിന്നെ ഇവർ തിരക്കാവും, ഫിദ കാണൂല, അൽഫല കാണൂല. പിന്നെ നമ്മൾ ഈവനിങ്ങൊക്കെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ നമുക്ക് റീൽസ് എടുക്കാൻ തന്നെ ടൈം കിട്ടാറില്ല. ഒരുമിച്ച് എല്ലാവരും കൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ അസാധ്യമാണ്. എല്ലാവരും ഒരുമിച്ച് എല്ലാരും കൂടെ വരുമ്പോ തന്നെ നല്ല ഇരുട്ടും, സമയം ഇരുട്ടാൻ, പുറത്തൊന്നും പോകാനും ചെയ്യാനും ഒന്നും പറ്റൂല. ലൈറ്റിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ നമ്മളെ റീൽസ് എല്ലാം ഏകദേശം ഈ ഒരു ലൊക്കേഷൻ തന്നെ കാണുന്നത്. പുറത്ത് പോകാൻ നൈറ്റ് അവധിയുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവധി ഉള്ളതിന്റെ ഞങ്ങൾ എന്തെങ്കിലും സിനിമ ഇട്ട് കണ്ടോണ്ടിരിക്കും. രാത്രി താമസിച്ച്, അല്ലെങ്കിൽ വീട് ക്ലീനിങ് ആയിരിക്കും. അല്ല, രാത്രി താമസിച്ച് കിടക്കും, എണീക്കുമ്പോഴും താമസിക്കും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ റീലെടുക്കുമ്പോ അത് തോനെ എടുക്കാനും പറ്റൂല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോഴിക്കോടാണോ മലപ്പുറമാണോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ട്രിവാൻഡ്രമാണ്, നെടുമങ്ങാടാണ് നേറ്റീവ് പ്ലേസ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം. നെടുമങ്ങാട് തന്നെയാണ്. ഇവരും അടുത്ത് തന്നെയാണ്. ഇവിടും ബിദിര എന്ന് പറയും. ഇവിടെ നിന്ന് നമ്മളിവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ പോകണം നെടുമങ്ങാട്.
പക്ഷേ ഈ മക്കളൊന്നും പോയി അവിടെ നിൽക്കില്ല. മുമ്പ് അൽഫലയൊക്കെ പോയിട്ട് 4-5 ദിവസമൊക്കെ അവിടെ വെക്കേഷൻ റേഞ്ചിന്റെ ഒരു ചെറിയ പ്രോബ്ലം കൂടെ ഉണ്ട്. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയൊക്കെ ഓണം വെക്കേഷൻ ഫുൾ അവിടെ കഴിഞ്ഞ വർഷം. ഇപ്പൊ നീ ഇറങ്ങിയാ എന്തിനായി ഇതെങ്ങനെയുണ്ട് തല? ഈ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? ഗൈസ് എനിക്ക് ചേർന്നില്ല, ഞാൻ കെട്ടിയതാണ്. കൊള്ളില്ല. കൊള്ളാമോ? കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞല്ലോ ഞാനാണ് ഇറങ്ങാൻ ലേറ്റ് ആവുന്നതെന്ന്. ഇപ്പൊ കണ്ടല്ലോ, മനസ്സിലായല്ലോ. എന്നാലും പോയിട്ട് കാണാൻ പറ്റും. ഇത് മാളിൽ ന്യൂ ഇയർ ഒക്കെ ആയതില്ലേ, ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് എന്തായാലും ലേറ്റ് ആയിരിക്കും ക്ലോസിങ് ഇന്ന്. പക്ഷേ ഇന്നത്തെ പോലെ തന്നെ 11 മണിയായപ്പോൾ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതെ, നമ്മളെന്തായാലും ുണ്ട്, പക്ഷേ എല്ലാവരുടെ ഏകദേശം ക്ലോസ് ചെയ്തു. നമ്മളിനിപ്പോൾ 1 മണിയിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് പോകാമെന്ന് വരെ നോക്കാം. നമ്മളങ്ങനെ ന്യൂ ഇയർ സംഭവങ്ങളൊക്കെ കഴിഞ്ഞത് കഴിക്കാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.